അപ്പം കുഞ്ഞിന്റെ അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ അച്ഛനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം അമ്മയ്ക്ക് ഒരു പീസ്ഫുൾ മൈൻഡ് ആൻഡ് പീസ്ഫുൾ ബോഡി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് സമാധാനമുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക, അവരെ ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, അവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും സ്ത്രീകൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ആഗ്രഹിക്കുന്നതാണ് അവരുടെ പാർട്ട്ണർ അവരുടെ കൂടെ ഉണ്ടാവുക. മേക്ക് ഷുവർ യു ആർ ഗിവിംഗ് പ്രോപ്പർ കെയർ ടു യുവർ പാർട്ട്ണർ. നിങ്ങൾ ആ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. ഇതെന്റെ അഡ്വൈസ് ആണ്. മേ ബി അല്ലാത്തവരുണ്ടാകാം, ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം, അവരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഗിവിംഗ് ബർത്ത് ആൻഡ് പാരന്റിങ് ഈസ് നോട്ട് ഓൺലി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ മദർ. സോ ഇത് അച്ഛന്റെയും അമ്മയുടെയും തുല്യ ഉത്തരവാദിത്തമാണ്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്യൂച്ചേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കാലിബർ വെച്ചിട്ടാണ് ഒരു ബേബിനെ നിങ്ങൾ നർച്ചർ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പം നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ബോത്ത് ഓഫ് ദം ഡ്രീമിങ് ടു ഗെറ്റ് എ ബേബി. അപ്പൊ അവർക്ക് രണ്ടുപേരും അവരുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പം അമ്മയ്ക്ക് തന്നെ ചിലപ്പോൾ അതെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അച്ഛന്റെ ആഗ്രഹങ്ങൾ, അച്ഛൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലും കുട്ടികൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം. നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തിനു ചെയ്യണം എന്ന് ആദ്യം ചിന്തിക്കും. അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു ചെയ്യണം അവർ പറയുമ്പോൾ എന്ന് ചിന്തിക്കും. നിങ്ങളുടെ ലൈഫ് അവർ കോപ്പി ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് അവരുടെ ഇമോഷൻസ് തുറന്നു പറയാനൊക്കെ വേണ്ടി നമ്മുടെ കേരളത്തിലെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഹസ്ബൻഡിന്റെ വീട്ടിലായിരിക്കും ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി ഒക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നും ചിലപ്പോൾ അവിടെ വീട്ടിലുള്ളവരോട് തുറന്നു പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് ഇത്ര സമയം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മുമ്പോട്ട് പോകാം എന്ന പ്രോപ്പർ പ്ലാൻ ഉള്ളപ്പോൾ മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. അത് സ്ത്രീകളുടെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ യുവർ സെൽഫ് മേക്ക് അവൈലബിൾ ഫോർ ദം. ഇപ്പം നമുക്ക് എന്താ പറയാ, മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആയിരിക്കുക, അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഇയറിൽ ഒരു ബേബിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. അതിനുശേഷം പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബിനെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.